So at the beginning of the second half of the 19th century, a terrible civil war broke out in USA between southern and northern states. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി അമേരിക്കയിലെ സതേൺ സ്റ്റേറ്റ്സും നോർത്തേൺ സ്റ്റേറ്റ്സും തമ്മിലുണ്ടായ ആഭ്യന്തര യുദ്ധമായിരുന്നു അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്നു. It brought about mere a radical change in the American society than the American War of Independence. അപ്പോൾ ഈ അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്നത് അമേരിക്കൻ സമൂഹത്തിൽ റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരിക മാത്രമല്ല, അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിലേക്കും എന്ത് ചെയ്തു ഈ ഒരു സംഭവം വഴിതെളിക്കുകയുണ്ടായി. ഹെൻസ് ഇറ്റ് ഈസ് ഓപ്പൺ കാൾഡ് ദ റിയൽ അമേരിക്കൻ റവല്യൂഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും അമേരിക്കയുടെ യഥാർത്ഥ എന്താണ് ലിബറേഷൻ സ്ട്രഗിളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ഈ അമേരിക്കൻ സിവിൽ വാറിനെ കണക്കാക്കുന്നത്. ദ സിവിൽ വാർ ഈസ് ആൾസോ കാൾഡ് ദ വാർ ഓഫ് സക്സഷൻ ആസ് ദ വാർ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിനെ വാർ ഓഫ് സക്സഷൻ, അതായത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ സതേൺ സ്റ്റേറ്റ്സും നോർത്തേൺ സ്റ്റേറ്റ്സും. ഇപ്പോൾ സതേൺ സ്റ്റേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ എന്താ ബ്ലാക്ക് റേസിൽപ്പെട്ട ആളുകളായിരുന്നു. നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെ പ്രത്യേകത വൈറ്റ്. അപ്പം ഈ വൈറ്റും ബ്ലാക്കും തമ്മിലുണ്ടായ ഒരു ക്ലാഷാണ്, ഇന്ത്യയിൽ ക്ലാഷാണ്. സൗത്തിലാണ് ബ്ലാക്ക്, സതേൺ സ്റ്റേറ്റ്സിലെ ബ്ലാക്ക്, നോർത്തിലെ വൈറ്റ്. അപ്പോൾ അവർ തമ്മിലുണ്ടായ ഒരു ക്ലാഷ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് സിവിൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസസിലേക്ക് നമുക്ക് പോകാം. സോ there were several causes of American civil war. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് പല കാരണങ്ങളും ഉണ്ടായാലും ഒന്നാമത്തത് സ്ലേവറി. So the question of slavery was the most important cause of civil war. അപ്പോൾ സിവിൽ വാർ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കാൻ കഴിയുന്നത് അമേരിക്കയിൽ നിലനിന്നിരുന്ന അടിമത്തമായിരുന്നു. ദ നോർത്തേൺ സ്റ്റേറ്റ്സ് വെയർ ലാർജ്ലി ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ. ഇപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് വളരെ വ്യാവസായികമായിട്ടും അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടും മുൻപന്തിയിലുള്ള രാഷ്ട്രങ്ങളായിരുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റുകളായിരുന്നു. ഇനി സൗത്ത് വാസ് ലാർജ്ലി അഗ്രികൾച്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് പ്ലാന്റേഷൻ ഓഫ് ടൊബാക്കോ, കോട്ടൺ ആൻഡ് ഷുഗർ കെയിൻ വർക്ക്ഡ് ബൈ സ്ലേവ്സ്. ഇപ്പോൾ സതേൺ സ്റ്റേറ്റ്സിൻ്റെ പ്രത്യേകത ഒരു അഗ്രികൾച്ചർ സ്റ്റേറ്റുകളായിരുന്നു. അവിടെ ടുബാക്കോ, കോട്ടൺ, ഷുഗർ കെയിൻ തുടങ്ങിയ കാർഷിക വിളകളായിരുന്നു അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇവിടെ വർക്ക് ചെയ്തിരുന്നത് മൊത്തം എന്താണ്, അടിമകളായിട്ടുള്ള ആളുകൾ ആയിരുന്നു. The southern states were therefore organized on the basis of slavery. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ സതേൺ സ്റ്റേറ്റ്സുകൾ പ്രവർത്തിച്ചിരുന്നത് അടിമത്തത്തെ അടിസ്ഥാനമാക്കി ആയിരുന്നു. So while in the northern states slavery was abolished and all men were free. ഇപ്പോൾ അതേസമയം എന്താ, നോർത്തേൺ സ്റ്റേറ്റ്സിൽ അടിമത്തം നിരോധിക്കുകയും ചെയ്തിരുന്നു, എല്ലാ ജനങ്ങളെയും എന്ത് ചെയ്തു ഒരേപോലെ കണക്കാക്കുകയും ചെയ്തിരുന്നു. So in 1833, the Anti-Slavery Society was founded in the North with the object of effecting the complete abolition of slavery throughout years. അങ്ങനെ 1833 ഒരു ആൻറ്റി സ്ലേവറി സൊസൈറ്റി, ഒരു അടിമത്ത വിരുദ്ധ സമൂഹം എന്ത് ചെയ്യുന്നു നോർത്തേൺ സ്റ്റേറ്റ്സിൽ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, അടിമത്തം ഇല്ലാതാക്കുക. അതായത് കറുത്ത വർഗ്ഗക്കാരോടുള്ള വിവേചനം അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നതായിരുന്നു ആരുടെ ഉദ്ദേശം, ഈ നോർത്തേൺ സ്റ്റേറ്റുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നത്. നോർത്തിലല്ലേ സാർ വെള്ളക്കാർ, അത് തന്നെ വൈറ്റ് റേസിൽപ്പെട്ട ആളുകളാണ്. അവർക്കാണ് അടിമത്തം വേണ്ടെന്ന് പറയാം. അവർ അടിമത്തം വേണ്ടെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ സതേൺ സ്റ്റേറ്റ്സിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ കുറേ ബാക്ക്വേർഡ് പീപ്പിളാണ്. അപ്പോൾ അവിടെ അടിമത്തം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നോർത്തേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഹൈലി ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൊമേഴ്സ്യൽ ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർ കുറേ ഫോർവേഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, അടിമത്തം പൂർണ്ണമായിട്ട് അമേരിക്കയിൽ എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. അതായിരുന്നു ഇവിടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ സതേൺ സ്റ്റേറ്റ്സിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്തില്ല, ഇത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സിവിൽ വാർ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അതാണ് ഫസ്റ്റ് റീസൺ. ഇനി രണ്ടാമത്തത് പൊളിറ്റിക്കൽ ഡിഫറൻസസ് ആണ്, രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. So the political views of northern and southern states were different. അപ്പോൾ ഈ നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെയും
സദേൺ സ്റ്റേറ്റ്സിൻ്റെയും രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ടായിരുന്നു. ദ സദേണേഴ്സ് വാണ്ടഡ് മാക്സിമം പവർ ടു സ്റ്റേറ്റ് ആൻഡ് ദ മിനിമം പവർ ടു ദ ഫെഡറൽ ഗവൺമെൻറ്. അപ്പോൾ സദേണേഴ്സ് ആവശ്യപ്പെട്ട എന്താണ്, സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ പവേഴ്സ് കൊടുക്കുക, ഫെഡറൽ ഗവൺമെൻറ്റിന് കുറച്ച് പവേഴ്സ് മതി എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അതായത് ആർഗ്യൂ ദാറ്റ് സോവറിറ്റി ലേ വിത്ത് ദ സ്റ്റേറ്റ്സ് ബിക്കോസ് ദ യൂണിയൻ വാസ് ക്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഓൺലി. അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ എന്താണ്, സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റുകളിലാണ് എന്ത് നിലനിൽക്കുന്നത്, സോവറിറ്റി പരമാധികാരം എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത്. കാരണം സിവിൽ വാർ എന്നാ ഉണ്ടായി, സിവിൽ വാറിൻ്റെ വർഷം പറയുന്നില്ല, അതിന് മുന്നേ ഇതിന് മുമ്പ് വരുന്നതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1776. അമേരിക്ക ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, അമേരിക്കയുടെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സിവിൽ വാർ ഉണ്ടാകുന്നത്. 1776 എന്ത് ചെയ്യുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. തോമസ് ജെഫേഴ്സൺ, വാഷിങ്ടൺ, ജോർജ് ഡബ്ല്യു വാഷിങ്ടൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത് പിന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. കാര്യം ഇങ്ങനെ അമേരിക്ക എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. 50 സ്റ്റേറ്റുകളടങ്ങുന്ന കോളനികളായിരുന്നു അത് അമേരിക്ക എന്ന് പറയുന്നത്. ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം ഈ ഫെഡറലിസം ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് അന്നേരം സിവിൽ വാർ ഉണ്ടായത്. ഇല്ല, പിന്നെയാണ് അവർ ഫെഡറലിസം ഒക്കെ വരുന്നത്. പറ്റില്ല, ആൾസറിയാവുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം എന്ത് ചെയ്യുന്നു, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു. അതിനകത്ത് ഫെഡറലിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു സിവിൽ വാർ വരുന്നത്. ഇത് 80s എന്ത് ചെയ്യുന്നത് സിവിൽ, അതായത് 19th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു 80s ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ സദേൺ സ്റ്റേറ്റ്സിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ പവേഴ്സ് കൊടുക്കുക, മിനിമം പവർ ആർക്ക് മതി, യൂണിയൻ ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെൻറ് മതി. ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് സോവറിറ്റി എപ്പോഴും ആരുടെയാണ്, സ്റ്റേറ്റുകളിലാണ്. കാരണം ഈ യൂണിയൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റേറ്റുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, പരമാധികാരം ആർക്ക് നൽകണം, സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകണം. ഇനി ദി യൂണിയൻ വാസ് ദിയർ ഏജൻറ്റ്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഏജൻറ്റ് മാത്രമേ ആകുന്നുള്ളൂ അത് യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. So as the state had joined the union voluntarily, they held that they had the right to withdraw from it when they decided. അപ്പം ഈ സ്റ്റേറ്റുകൾ എങ്ങോട്ട് ചേരുക, യൂണിയനിലോട്ട് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചേരുമ്പോഴേക്കും എന്താണ് അവരുടെ കാഴ്ചപ്പാടിൽ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ യൂണിയൻ വിട്ട് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം, പോകാമെന്നൊരു കാഴ്ചപ്പാട് ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ദ നോർത്തേണേഴ്സ് വെയർ എഗനിസ്റ്റ് ദിസ്, ഇതിനെതിരായിരുന്നു ആര്, നോർത്തേണേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ഫേവേർഡ് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് വിഡ്രോവൽ വാസ് ഇല്ലീഗൽ ആൻഡ് എഗനിസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അവരെന്താ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, വാദിക്കുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ വിഡ്രോ ചെയ്ത് പോകുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണെന്നും അത് രാഷ്ട്രത്തിൻ്റെ ഇൻട്രസ്റ്റിന് എതിരാണെന്നും നോർത്തേണേഴ്സ് എന്ത് ചെയ്തു, ആർഗ്യൂ ചെയ്തു. So the difference in political opinion soon dragged the country into the civil war. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് രണ്ടുപേരും തമ്മിലുണ്ടായ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തിന് കാരണമാകുന്നു, അമേരിക്കയിൽ സിവിൽ വാർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. നെക്സ്റ്റ് റീസൺ ഡിഫറൻസസ് ഇൻ ക്യാരക്ടർ ആൻഡ് ഇൻട്രസ്റ്റ്. സ്വഭാവത്തിലും അതുപോലെ തന്നെ താല്പര്യങ്ങളിലുണ്ടായ വ്യത്യാസം. The northern and southern states were differences in the character and interest. ഇപ്പോൾ സ്വഭാവത്തിലും താല്പര്യത്തിലും ഈ സദേൺ രാഷ്ട്രങ്ങളും നോർത്തേൺ സ്റ്റേറ്റുകളും തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടായിരുന്നു. The northern states of Massachusetts Rhode Island, Connecticut and New Hampshire had been founded by Puritan exiles from England. അപ്പോൾ അവിടുത്തെ നോർത്തിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണൊന്ന് മാസച്യുസെറ്റ്സ്, മറ്റൊന്ന് റോഡ് ഐലൻഡ്, RHOD എന്നാണ് സ്പെല്ലിങ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ഹാംഷെയർ. ഈ തുടങ്ങിയ സ്റ്റേറ്റുകൾ രൂപീകരിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നും എന്ത് ചെയ്ത നാടുകടത്തപ്പെട്ട പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആയിരുന്നു. ബട്ട് the southern states like Virginia, Maryland, North Carolina, South Carolina had been founded by non-Puritan aristocrats. ഇപ്പോൾ southern states ആയിട്ടുള്ള വെർജീനിയ, മെയ്ലാൻഡ്, നോർത്ത് കരോലിന,
സൗത്ത് കറോളിന ഈ തുടങ്ങിയ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയത് നോൺ പ്യൂരിറ്റൻ അരിസ്റ്റോക്രാറ്റിൽപ്പെട്ട ആളുകളും ആയിരുന്നു. സോ ദെർ വാസ് ആൾസോ എ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത്. അപ്പോൾ ഇങ്ങനെയൊരു പ്യൂരിറ്റൻ ക്ലാസ്സും നോൺ പ്യൂരിറ്റൻ ക്ലാസ്സും അവർ ഈ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് എന്താണ് ഇവർ തമ്മിലൊരു ക്ലാഷിന് അവരുടെ ഇൻട്രസ്റ്റുകൾക്കിടയിൽ എന്തുണ്ടായി ഒരു ക്ലാഷ് ഉണ്ടാവുന്നു. ദ ഇൻട്രസ്റ്റ് ഓഫ് ദ നോർത്തേൺ ബീയിങ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് നോർത്തേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താ കൊമേഴ്സ്യൽ സ്റ്റേറ്റുകളാണ്, ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റുകളായിരുന്നു. സോ ദേ വെയർ ഇൻ ഫേവർ ഓഫ് protective tariffs to maintain their industries against foreign competition. അപ്പോൾ ഈ ഫോറിൻ കോമ്പറ്റീഷനെതിരായിട്ട് അവരുടെ സ്റ്റേറ്റുകളെ എന്ത് ചെയ്യുവാൻ, അവരുടെ ഇൻഡസ്ട്രീസിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റീവ് ടാരിഫ് ഏർപ്പെടുത്താൻ അവരെന്ത് ചെയ്യുന്നു, തയ്യാറാകുന്നു. The Southerns on the other hand being agriculture and producers of raw materials for exports opposed protective tariff as they would increase the cost of import. അപ്പോൾ ഈ സദേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ സ്റ്റേറ്റുകളായിരുന്നു. അവർ റോ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളായിരുന്നു അവർ ഈ സദേൺ സ്റ്റേറ്റ്സിലുള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ പ്രൊട്ടക്റ്റീവ് ടാക്സിനെ അല്ലെങ്കിൽ ടാരിഫിനെ അവരെന്ത് ചെയ്യുന്നു, എതിർക്കുകയുണ്ടാവുന്നു. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടെന്ന് പറയുന്നത് ദേ ഡിസൈഡ് ടു ഗെറ്റ് മാനുഫാക്ചറൽ ഗുഡ്സ് ചീപ്പ്ലി. എന്ത് ചെയ്യുക, വളരെ വില കുറച്ച് എന്ത് കിട്ടണം. അവരിപ്പോൾ ഈ എക്സ്പോർട്ടിന് അവരെന്ത് ചെയ്യണം, എക്സ്പോർട്ടേഴ്സിൻ്റെ ആളുകളായതുകൊണ്ട് അവരെന്ത് ചെയ്തു, എക്സ്പോർട്ടിൻ്റെ കോസ്റ്റ് അവർ വർദ്ധിപ്പിച്ചു. കാരണം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ഈ അവരുടെ കോസ്റ്റ് ഓഫ് എക്സ്പോർട്ട് കൂട്ടിയിട്ട് അവരെന്ത് ആഗ്രഹിച്ചു, മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഗുഡ്സ് വളരെ ചീപ്പായിട്ട് എന്ത് ചെയ്യണം, കിട്ടണം എന്നൊരു കാഴ്ചപ്പാട് സദേൺ സ്റ്റേറ്റ്സിനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പ്രൊട്ടക്റ്റീവ് ടാരിഫ് ഏർപ്പെടുത്തുന്ന ഒരു കേസ് വന്നപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടാവുന്നു, ക്ലാഷ് ഉണ്ടാവുന്നു. അതിന് കാരണമാകുന്നു സിവിൽ വാർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഒന്ന് സ്റ്റോപ്പ് ക്ലോസ് ചെയ്യണം. അടുത്ത നാലാമത്തെ റീസൺ, ഡിഫറൻസസ് ഇൻ ദി സബ്ജക്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബാങ്കിങ് സിസ്റ്റം. ഇപ്പം ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയും ഡിവിഷൻ ഓഫ് ലാൻഡിൻ്റെയും വിഷയത്തിലുണ്ടായ തർക്കങ്ങൾ. ദി നോർത്തേണേഴ്സ് വാണ്ടഡ് പബ്ലിക് ലാൻഡ് ടു ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ആൾ സെറ്റിലേഴ്സ്. ഇപ്പം നോർത്തേണേഴ്സ് എന്ത് ആവശ്യപ്പെട്ടു, അവിടുത്തെ പൊതുസ്ഥലങ്ങൾ എന്ത് ചെയ്യുക, പിടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ആ പൊതുസ്ഥലങ്ങൾ ആർക്ക്, അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ അവർ ആഗ്രഹിച്ചു. സോ ഈച്ച് സിറ്റിസൺ കുഡ് പർച്ചേസ് എ ഫാം അക്കോർഡിംഗ് ടു ഹിസ് മീൻസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ പബ്ലിക് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ പൗരന്മാർക്കും എന്ത് കിട്ടും, അവരുടേതായിട്ടുള്ള ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് അവർക്ക് അല്ലെങ്കിൽ ഒരു ഫാം അവർക്ക് എന്ത് ചെയ്യാം, അക്യൂർ ചെയ്യാനായിട്ട് കഴിയും. സോ ദ സദേണേഴ്സ് ഫേവേഡ് ടു ഹെൽഡ് ലാർജ് ഫാംസ്. പക്ഷേ സദേണേഴ്സ് ആഗ്രഹിച്ച് എന്ത് ചെയ്യാം, ഈ ലാൻഡ് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വലിയ ഫാമുകളാക്കാം. സോ ദേ വർ എഗനിസ്റ്റ് ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. ഈ ഭൂമി എന്ത് ചെയ്യുന്നത്, പുനർവിതരണം ചെയ്യുന്നതിന് ആരെതിർത്തു, സദേണേഴ്സ് എതിർത്തു. ബിസൈഡ് ദിസ് ദ ബിസിനസ് മൈൻഡഡ് നോർത്തേണേഴ്സ് ബിലീവ്ഡ് ഇൻ എ centralized banking system which could make available large funds easily. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്തേൺ സ്റ്റേറ്റ്സിലെ ആളുകളെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആളുകളായത് കൊണ്ട് അവർക്ക് എന്താ ഒരു ബിസിനസ് മൈൻഡഡ് പീപ്പിൾ ആയിരുന്നു അവർ ഈ നോർത്തേൺ സ്റ്റേറ്റ്സ്. അപ്പോൾ അവരൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരാൻ അവരെന്ത് ചെയ്തു, ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനത്തെ സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്താ ലാർജ് ഫണ്ട് അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. സോ ദ സദേണേഴ്സ് ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. അതും ആരാഗ്രഹിച്ചില്ല, സദേണേഴ്സ്. ഈ നോർത്തേണേഴ്സിനെ എല്ലാം എന്ത് ചെയ്യുന്ന, അവർ കൊണ്ടുവരുന്ന ഏതൊരു സിസ്റ്റത്തിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു ആർക്കുണ്ടായിരുന്നത്, സദേണേഴ്സിന് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത റീസൺ, ലോസ്റ്റ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് സദേൺ സ്റ്റേറ്റ്സ് ഇൻ സെനറ്റ്. സെനറ്റിൽ വന്നപ്പോൾ പ്രശ്നമാണ്, അവരുടെ ബാലൻസ് അവിടെ എന്ത് ചെയ്യുന്നു, നഷ്ടമാകുന്നു. ദോ ദ നോർത്തേണേഴ്സ് വെർ എഗനിസ്റ്റ് സ്ലേവറി, they did not want to destroy it in the south all of a sudden. അപ്പം നോർത്തേണേഴ്സ് എന്ന് പറയുന്നത് സ്ലേവറി എതിർത്തിരുന്ന ആളുകളാണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് സദേൺ സ്റ്റേറ്റ്സിൽ പെട്ടെന്ന് സ്ലേവറി ഇല്ലാതാക്കുവാൻ ആരും ആഗ്രഹിച്ചില്ല,
ഈ സദേൺ സ്റ്റേറ്റ്സുകാർ നോർത്തേൺ സ്റ്റേറ്റ്സുകാർ ആഗ്രഹിച്ചില്ല. സോ USA വാസ് എക്സ്പാൻഡിങ് in the western direction and the north thought that slave system should not spread to the newly acquired states. അപ്പോൾ USA എന്ത് ചെയ്ത് വെസ്റ്റേൺ ഡയറക്ഷനിലേക്ക് എക്സ്പാൻഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ നോർത്തേണേഴ്സിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇങ്ങനെ പുതുതായിട്ട് അക്വയർ ചെയ്ത ഈ മേഖലയിലേക്ക് എന്ത് വ്യാപിക്കത്തില്ല, സ്ലേവറി വ്യാപിക്കുകയില്ല എന്നൊരു കാഴ്ചപ്പാട് നോർത്തേണേഴ്സിനുണ്ടായിരുന്നു. ഇൻ ദ സെനറ്റ് ഓഫ് 1819 there was an equal number of slaves and free states. അപ്പോൾ 1819 സെനറ്റിൽ സ്ലേവ്സിനും അതുപോലെ തന്നെ ഫ്രീ സ്റ്റേറ്റുകൾക്കും എന്താ ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു. there were 11 free states and 11 slave states. 11 സ്വതന്ത്ര രാഷ്ട്രങ്ങളും 11 എന്താ അടിമത്ത രാഷ്ട്രങ്ങളുമായിരുന്നു അന്നുണ്ടായിരുന്നത്. In 1819 when Missouri had to be admitted into the Union, the South decided to admit as a slave state. അപ്പോൾ 1819 എന്ത് ചെയ്യുന്നു, മിസൗണി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഈ യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റിയപ്പോൾ സദേൺ സ്റ്റേറ്റ്സുകാർ ആഗ്രഹിച്ചത് അതെന്തായിട്ട് ഒരു സ്ലേവ് സ്റ്റേറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ യൂണിയനിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഏത് സ്റ്റേറ്റ്? ഈ മിസൗണി എന്ന് പറയുന്ന സ്റ്റേറ്റ്. അതൊരു സിംഗിൾ സ്റ്റേറ്റ് ആയിരുന്നു. സദേൺ പാർട്ടാണ്. സദേൺ പാർട്ടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നത്, പക്ഷെ അത് പറയുന്നില്ല. 1819 എന്ത് ചെയ്യുന്നു, ഈ മിസൗണി എന്ന് പറയുന്ന സ്റ്റേറ്റ് യൂണിയൻ്റെ ഭാഗമാക്കുന്നു. അപ്പോൾ സൗത്തേൺ സ്റ്റേറ്റ്സുകാർ ആഗ്രഹിച്ചത് എന്താണ്, അതൊരു സ്ലേവ് സ്റ്റേറ്റാണ്. സദേൺ എന്ന് പറയുന്നത് സ്ലേവ് സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു സ്ലേവ് സ്റ്റേറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നവർ വിശ്വസിച്ചത്. വൈൽ ദ നോർത്ത് വാണ്ടഡ് ടു മേക്ക് ഇറ്റ് ആസ് എ ഫ്രീ സ്റ്റേറ്റ്. പക്ഷേ നോർത്തേൺകാർ എന്താ ആഗ്രഹിച്ചത്, ഇതിനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുക. സോ ദ കോറൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട്, സ്വതന്ത്ര സ്റ്റേറ്റ് ആയിട്ട് മീൻസ് അവിടുത്തെ സംസ്ഥാനമായിട്ട്. സോ ദ കോറൽ വെൻറ്റ് ഓൺ ടിൽ 1820 when the union accepted to admit Maine. അപ്പോൾ ഈ ഒരു കോറൽ ഇവർ തമ്മിലുണ്ടായ പ്രശ്നം എന്ത് ചെയ്യുന്നു, 1820 വരെ എന്ത് ചെയ്തു നീണ്ടു ചെയ്യുന്നു. ആ സമയത്താണ് മെയിൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത് യൂണിയൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എ കോംപ്രമൈസ് വാസ് റേസ്ഡ്. മിസൗണി വാസ് അഡ്മിറ്റഡ് ആസ് എ സ്ലേവ് സ്റ്റേറ്റ് ആൻഡ് മെയിൻ എ ഫ്രീ സ്റ്റേറ്റ്. അപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ മിസൗണി എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ത് ചെയ്യുക, സ്ലേവ് സ്റ്റേറ്റ് ആയിട്ടും പിന്നെ 1820 ഇവർ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയ മെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ എന്താ ഒരു ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊരു കോംപ്രമൈസ് ഇവിടെ ഇവർ കൊണ്ടുവരികയും ചെയ്തു. ബട്ട് ദ സദേൺ സ്റ്റേറ്റ്സ് വെയർ അലാംഡ് ദാറ്റ് ഹൗ ലോങ് ദ ഇക്വാളിറ്റി കുഡ് ബി മെയിൻറ്റെയിൻഡ്. USA വാസ് ഗോയിങ് ഓൺ എക്സ്പാൻഡ്. ഇപ്പം ഇങ്ങനെ USA ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം കാലം ഈ സദേൺ സ്റ്റേറ്റ്സിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഈ ഇക്വാളിറ്റി എന്ന് പറയുന്നത് രണ്ടുപേർക്കും തുല്യമായിട്ട് സെൻട്രൽ മെമ്പർഷിപ്പ് നേടുക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എത്രത്തോളം എന്ത് ചെയ്യും നിലനിന്ന് പോകും എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു, ഈ സദേൺ സ്റ്റേറ്റ്സിന് ഉണ്ടാകുന്നു. ദ നോർത്തേൺ സ്റ്റേറ്റ്സ് വെയർ പ്രൊപ്പഗേറ്റിംഗ് ഐഡിയാസ് എഗനിസ്റ്റ് സ്ലേവറി. അപ്പോൾ ഇതിന് എതിരെ എന്ത് ചെയ്യുന്നു, നോർത്തേൺ സ്റ്റേറ്റ്സ് ഈ സ്ലേവറി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ ഐഡിയാസുമായിട്ട് അവരെന്ത് ചെയ്യുന്നു മുമ്പോട്ട് വരുന്നു. So Mrs. Beecher Stow's Uncle Tom's Cabin appeared at this time and it was widely read. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നത്, ഈ മിസ്സിസ് ബീച്ചർ സ്റ്റൗസിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുന്ന പാതി ജനങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, വൈഡായിട്ട് വായിക്കാൻ തുടങ്ങി. സോ ദിസ് ഹെൽപ്ഡ് ടു ഡെവലപ്പ് ആൻ ആൻറ്റി സ്ലേവറി ഫീലിംഗ്. അപ്പോൾ അതൊരു ആൻറ്റി സ്ലേവറി ഫീലിംഗ്, അപ്പോൾ സ്ലേവറിക്ക് എതിരായിട്ട് എന്ത് ചെയ്യുന്നത് ഈ മിസ്സിസ് ബീച്ചർ സ്റ്റൗ ഈ ടെക്സ്റ്റ് എഴുതുന്നത്. അപ്പോൾ അതൊരു ആൻറ്റി സ്ലേവറി ഫീലിംഗ് ഇവർക്ക് ഉണ്ടാവുകയും, എന്നാൽ ദ സദേണേഴ്സ് വാണ്ടഡ് ടു റീറ്റെയിൻ സ്ലേവറി അറ്റ് എനി കോസ്റ്റ്. ഏത് വില കൊടുത്ത് എന്ത് ചെയ്യുവാൻ സ്ലേവറി നിർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിച്ചത് സദേണേഴ്സ് ആഗ്രഹിക്കുന്നത്. ദിസ് മെയ്ഡ് ദ സിറ്റുവേഷൻ സിറ്റുവേഷൻ വളരെയധികം മോശമാക്കി മാറ്റി. ഇനി അടുത്ത ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് ആണ്. ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ വാർ വാസ് ദി ഇലക്ഷൻ ഓഫ് എബ്രഹാം ലിങ്കൺ ആസ് ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക ഇൻ 1860. 1860 എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്യുന്നു, അമേരിക്കയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതാണ് സിവിൽ വാറിൻ്റെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഹി വാസ് എ ഗ്രേറ്റ് ലീഡർ ഓഫ് ദ റിപ്പബ്ലിക്കൻ പാർട്ടി
He stood for the abolition of slavery. അടിമത്തം നിർത്തലാക്കുവാൻ വേണ്ടി അമേരിക്കയിൽ നിലനിന്നിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മഹത്തായ ഒരു നേതാവായിരുന്നു ആര്? എബ്രഹാം ലിങ്കൺ. Lincoln was also pledged to the causes of abolition of slavery. The Dred Scott decision came at this moment. അപ്പോൾ ഈ എന്ത് ചെയ്തു? അമേരിക്കയിൽ അടിമത്തം ഇല്ലാതാക്കുവാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്ത അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് എന്താ? ഡ്രെഡ് സ്കോട്ട് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലെഡ്ജിലാണ്, പ്ലെഡ്ജിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് എന്ത് ചെയ്യുന്നത്? രംഗത്തേക്ക് വരുന്നത്. സോ ഡ്രെഡ് സ്കോട്ട് വാസ് എ സ്ലേവ്. ഈ ഡ്രെഡ് സ്കോട്ട് എന്ന് പറയുന്ന ഒരു അടിമയായിരുന്നു. ഹിസ് മാസ്റ്റർ ടുക്ക് ഹിം ടു സെർച്ച് ഫ്രീ സ്റ്റേറ്റ്സ്. ഈ യജമാനൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ചില സ്വതന്ത്ര രാഷ്ട്രങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യായിരുന്നു? കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഡ്രെഡ് സ്കോട്ട് വാസ് എ നേറ്റീവ് ഓഫ് മിസോണി. നമ്മൾ നേരത്തെ പറഞ്ഞ മിസോണിയിലെ ഒരു നേറ്റീവായിരുന്നു അത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ലേവ് സ്റ്റേറ്റ് ആയിരുന്നു മിസോണി എന്ന് പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്, മെയിനും മിസോണിയും രണ്ട് പേർക്കായിട്ട് കൊടുത്ത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മിസോണിയിലെ ഒരു നേറ്റീവായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അതൊരു സ്ലേവ് സ്റ്റേറ്റ് ആയിരുന്നു. സോ ഓൺ റിട്ടേണിംഗ് ടു മിസോണി he sued for his freedom on the ground that he was arrested for his plea was rejected, and the chief justice of the court declares that no Negro had right to sue in the federal court because Negroes were not citizens of USA, that no law of Congress as an act of state legislation could give them that status. അങ്ങനെ ഇദ്ദേഹം എവിടേക്ക്? മിസോണിയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? അദ്ദേഹം തനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? കോടതിയിലൊരു അന്യായം എന്ത് ചെയ്യുന്നു? ഫയൽ ചെയ്യും. പക്ഷേ കോടതി ഇദ്ദേഹത്തിൻ്റെ അന്യായത്തെ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്യുന്നു. കാരണം ഇവനൊരു നീഗ്രോ ആണ്. അപ്പോൾ നീഗ്രോ ആയിട്ടുള്ള വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യുവാൻ, ഒരു ഫെഡറൽ കോർട്ടിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള അവകാശമില്ല എന്നും, കാരണം നീഗ്രോസ് എന്ന് പറയുന്ന എവിടുത്തെ പൗരന്മാരല്ല, അമേരിക്കയിലെ പൗരന്മാരല്ല എന്നും, അതുകൊണ്ട് അമേരിക്കയിലെ കോൺഗ്രസിൻ്റെ നിയമം എന്താണ്? ഇവർക്ക് എന്ത് ചെയ്യുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ അനുവദിക്കുന്നില്ല എന്നും എന്ത് ചെയ്തു? ഈ നിയമത്തിൽ പറയും. അപ്പോൾ ആ ഇദ്ദേഹത്തിന് ഈ ഡ്രെഡ് സ്കോട്ട് എന്ന് പറയുന്ന ഈ ഒരു കക്ഷിക്ക് എന്താണ്? അമേരിക്കയിൽ ഈ സ്വാതന്ത്ര്യം നിഷേധിച്ചതാണ് എന്തിന് കാരണമാകുന്നത്? സിവിൽ വാർ. ഈ സിവിൽ വാർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. അത് മൊത്തത്തിൽ അത്രയേ ഉള്ളൂ. ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിഗേഴ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു ആര്? അബ്രഹാം ലിങ്കൺ. ഹി വാസ് ദ 16th അമേരിക്കൻ പ്രസിഡന്റ്. 16ാമത്തെ അമേരിക്കൻ പ്രസിഡന്റുമായിരുന്നു അബ്രഹാം ലിങ്കൺ. ഹി വാസ് ബോൺ ഇൻ 1809. 1809 ആര് ജനിക്കുന്നത്? അബ്രഹാം ലിങ്കൺ എന്ത് ജനിക്കുന്നത്. ഹി വാസ് ബോൺ ഇൻ എ വെരി പൂവർ ഫാമിലി. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിക്കുകയും ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം ജനിച്ച സ്ഥലമെന്ന് പറയുന്നത് ക്രൂഡ് ലോഗ് ഹട്ടിൻ, കെൻടക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ക്രൂഡ് ലോഗ് ഹട്ടിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ജനിച്ചത്. അപ്പോൾ ഇദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ആസ് എ ലിറ്റിൽ ബോയ് ഹി ഹാഡ് സഫേർഡ് ഫോർ ഹിസ് ഏർലി എഡ്യൂക്കേഷൻ. കുട്ടിക്കാലം വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അദ്ദേഹത്തെ അനുഭവിച്ചിട്ടുണ്ട്. ഹി ഹാഡ് സ്റ്റഡീഡ് ബൈ ഹിംസെൽഫ്. സ്വന്തമായിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് പഠിച്ചത്. ആഴ്ചക്കാരിക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ വെളിച്ചത്തിൽ പോയിരുന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പഠിക്കുന്നത്. സോ ഹി ലേൺ എ ഗ്രേറ്റ് ഡീൽ ബൈ തറോ റീഡിങ് ഓഫ് ബൈബിൾ. അപ്പോൾ ബൈബിൾ വായിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പഠിച്ചു. ആൻഡ് ആൾസോ ഹി റീഡ് ദ വർക്ക് ഓഫ് ഷേക്സ്പിയറിൻ്റെ കൃതികളും അദ്ദേഹം എന്ത് ചെയ്തു? ധാരാളമായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ദെൻ ഗ്രാജുവലി ഹി ബിക്കെയിം എ ഗ്രേറ്റ് ഓറേറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ. അപ്പോൾ കാലക്രമേണ അദ്ദേഹം ഒരു വലിയ പ്രാസംഗികനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ട് അദ്ദേഹം മാറുന്നു. ഹു സ്ട്രൈവ്ഡ് ഹിസ് country through a grave crisis before he became a great man. അപ്പോൾ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാവുന്നതിന് മുമ്പ് ഒരുപാട് ജീവിതത്തിൽ
ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് വളർന്നു വന്ന ഒരാളായിരുന്നു ആര്? എബ്രഹാം. അപ്പോൾ അദ്ദേഹം ബിഫോർ ഹി became the president of America, he worked as a storekeeper, boatman and even as a clerk. ഒരു സ്റ്റോർകീപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ബോട്ട്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലർക്കായിട്ട് പോലും ആര് ജോലി ചെയ്തിട്ടുണ്ട്? അബ്രഹാം. അപ്പോൾ അത്രയ്ക്ക് വളരെ പ്രയാസപ്പെട്ട ലൈഫ് നയിച്ച ആളായിരുന്നു അദ്ദേഹം. ദെൻ അബ്രഹാം ലിങ്കൺ ബിഗാൻ ഹിസ് പൊളിറ്റിക്കൽ കരിയർ ആസ് എ വിഗ്. അന്ന് അമേരിക്കയിൽ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളായിരുന്നു, വിഗ് പാർട്ടിയും ടോറി പാർട്ടിയും. നമ്മൾ പൊളിറ്റിക്സിൽ പറഞ്ഞ അപ്പോൾ അദ്ദേഹം വിഗിലെ ഒരു പ്രവർത്തകനായിരുന്നു അബ്രഹാം ലിങ്കൺ. ഹി കണ്ടക്റ്റഡ് ടു ദ എലക്ഷൻ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബട്ട് ലോസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഇലക്ഷന് മത്സരിച്ചപ്പോൾ ഹി കോണ്ടസ്റ്റഡ് ദ എലക്ഷൻ, ആദ്യത്തെ ഇലക്ഷൻ അദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു പോകുന്നു. ബട്ട് ഹി വാസ് സക്സസ്ഫുൾ ഇൻ ഹിസ് സെക്കൻഡ് അറ്റംപ്റ്റ്. പക്ഷേ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ അദ്ദേഹം എന്ത് ചെയ്തു? വിജയിക്കുകയും ചെയ്തു. In the meantime, he studied law and became a lawyer. അതേസമയം തന്നെ അദ്ദേഹം ഇങ്ങനെ ഇവിടുത്തെ സ്റ്റേറ്റ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? നിയമം പഠിക്കുകയും അദ്ദേഹം ഒരു ലോയറായിട്ട് മാറുകയും ചെയ്തു. ഹി മാരീഡ് മേരി ടോഡ്. അദ്ദേഹം എന്ത് ചെയ്തു? മേരി ടോഡിനെ വിവാഹം കഴിക്കുന്നു. ദെൻ ഇൻ 1847 ഹി വാസ് സെലക്റ്റഡ് ടു ദ കോൺഗ്രസ്. അദ്ദേഹത്തെ എവിടേക്ക് തിരഞ്ഞെടുത്തു? കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുത്തു 1847. From 1849 to 1854 he lived vertically in retirement. എന്നാൽ 1849 മുതൽ 54 വരെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഈ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു? ജീവിക്കുകയുണ്ടായി. When the Republican Party was formed and he joined. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടി രൂപീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ പാർട്ടിയിൽ ജോയിൻ ചെയ്തു. ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് 1860 ഹി വാസ് ഓൺ ആസ് എ കാൻഡിഡേറ്റ് ഓഫ് റിപ്പബ്ലിക്കൻ പാർട്ടി. 1860 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്താ? റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഡ്യൂറിങ് ദിസ് ഇലക്ഷൻ ഹി ഡിക്ലെയർഡ് ദാറ്റ് അമേരിക്ക കുഡ് നോട്ട് എൻഡോർ ഹാവ് സ്ലേവ് ആൻഡ് ഹാവ് ഫ്രീ. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്, അമേരിക്ക ഒരിക്കലും എന്തല്ല പകുതി അടിമത്തവും പകുതി സ്വാതന്ത്ര്യത്തോടു കൂടി എന്ത് ചെയ്യത്തില്ല, പ്രവർത്തിക്കുകയില്ല. അല്ലെങ്കിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താ അടിമത്തം ഇല്ലാതാക്കുക, അബോളിഷൻ ഓഫ് സ്ലേവറി ആയിരുന്നു അബ്രഹാം ലിങ്കൻ്റെ എന്താ ലക്ഷ്യം എന്ന് പറയും. സോ വെൻ ഹി വാസ് എലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് ദ സദേൺ സ്റ്റേറ്റ്സ് ഫോംഡ് എ കോൺഫെഡറേഷൻ ആൻഡ് സീസ്ഡ് ഫ്രം ദ യൂണിയൻ. അപ്പോൾ ഇദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തപ്പോൾ ഈ സദേൺ സ്റ്റേറ്റ്സ് എന്ത് ചെയ്തു? ഒരു കോൺഫെഡറേഷൻ രൂപീകരിക്കുകയും ഈ യൂണിയനിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. ദി ഇലക്റ്റഡ് ന്യൂ പ്രസിഡന്റ് നെയിം ജെഫേഴ്സൺ ഡേവിഡ്. അവരെന്ത് ചെയ്യുന്നു? ഈ കോൺഫെഡറേഷനിൽ നിന്നും പുതിയൊരാളെ എന്ത് ചെയ്യുന്നു? ജെഫേഴ്സൺ ഡേവിഡ് എന്ന് പറയുന്ന അയാളെ എന്ത് ചെയ്തു? പ്രസിഡൻ്റായിട്ട് എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കുന്നു. സോ ദിസ് മേഡ് ദ സിവിൽ വാർ ഇനെവിറ്റബിൾ. ഈ ഒരു സംഭവമാണ് എന്താ ശരിക്കും സിവിൽ വാർ എന്ത് ചെയ്യാൻ ഉണ്ടാവാനുള്ള കാരണം. ദ വാർ ബിഗിൻ ഇൻ ഏപ്രിൽ 1861 ആൻഡ് കണ്ടിന്യൂഡ് അബൌട്ട് 4 years. ഇത് പറഞ്ഞാൽ 1861 യുദ്ധം ആരംഭിച്ച് 4 വർഷത്തോളം എന്ത് ചെയ്ത് നിലനിന്ന് അൾട്ടിമേറ്റ്ലി ദ സൗത്ത് വാസ് ഡിഫീറ്റഡ്. പക്ഷേ പൂർണ്ണമായിട്ടും ആര് പരാജയപ്പെട്ടു? സദേൺ സ്റ്റേറ്റ്സ് പരാജയപ്പെടുന്നു. ഇൻ സെപ്റ്റംബർ 1862 ഹി ഇഷ്യൂഡ് എ ഫേമസ് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. നേരത്തെ പറഞ്ഞാൽ 1862 അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. The first day of January in the year 1863 all persons held as a slave with any state shall be free. 1863 ജനുവരി 1 മുതൽ അമേരിക്കയിൽ ആരെങ്കിലും അടിമകളായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആരായി മാറപ്പെടും? സ്വതന്ത്രരായി മാറപ്പെടുമെന്നുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നു. ദിസ് ഡിക്ലറേഷൻ അബോളിഷ് സ്ലേവറി. ഈ ഒരു ഡിക്ലറേഷനാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കയിൽ അടിമത്തം ഇല്ലാതാക്കുന്നത്. Then in 1864 he was again elected as the president. 1864 ഇദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നു. എനിക്ക് സെക്കൻഡ് എൻഗേവൽ in his second inaugural address he called upon his countrymen to rebuild USA into a healthy foundation. അപ്പോൾ രണ്ടാമത്തെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ഇനാഗുറൽ അഡ്രസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു? അമേരിക്കയെ ഒന്ന് റീബിൽഡ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ഫൗണ്ടേഷൻ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക എന്നതായിരുന്നു ഇദ്ദേഹം ജനങ്ങളോട് എന്ത് ചെയ്തത്? ആഹ്വാനം ചെയ്തത്. വിത്ത് എ motive towards none, with charity for all, with the firmness on the right as good
gives to see the right, let us strive in to finish the work we are in to bind up the nations ordered. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അവിടെ പറയുന്നത്. എന്താണ്? വിത്ത് എ ടോസ് നൺ വിത്ത് ചാരിറ്റി ഫോർ ഓൾ. അപ്പോൾ ആരോടും പ്രത്യേകമായിട്ടുള്ള ഒരു മോട്ടീവ് വേണ്ട. പിന്നെ എന്ത് ചെയ്യുക? രാഷ്ട്രത്തിൻ്റെ ചാരിറ്റി, എല്ലാ ആളുകൾക്കും എന്താ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇനി വിത്ത് ഫേംനെസ് ഇൻ ദ റൈറ്റ്, ശരിയായ ആളുകളോട് എന്ത് ചെയ്യുക? ഫോമായിട്ട് പെരുമാറുക. ആസ് ഗോഡ് ഗീവ്സ് അസ് ടു സീ ദ റൈറ്റ്, കാരണം ദൈവം നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട് എന്താണ്? ശരിയായ കാര്യങ്ങളെ എന്ത് ചെയ്യുവാൻ നോക്കിക്കാണുവാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ് us strive into the finish the work we are in to bind up the nations on. അപ്പോൾ നമ്മളിൽ എന്ത് ചെയ്തിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? രാഷ്ട്രം വോണ്ടഡ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും എന്ത് ചെയ്യുക? നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ കർത്തവ്യം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടാണ്. അപ്പോൾ അതിനാണ് ദൈവം നമുക്ക് എന്ത് നൽകിയിരിക്കുന്നത്? ശക്തി നൽകിയിരിക്കുന്നത്. On the night of April 14, 1865, at Fort Theatre in Washington, he was shot by John Wilkes while watching Our American Cousins, a broad satire on British society. അങ്ങനെ 1865 ഏപ്രിൽ 14 രാത്രി, സമയം അറിയാം 10:11:35 ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്യുന്നത്? ഈ ജോൺ വിൽസ് ബൂത്ത് എന്ന് പറയുന്ന 10 കഴിഞ്ഞു, 11 ആവുന്നില്ല, 30 സെക്കൻഡേ ആണ്. ജോൺ വിൽബൂത്ത് എന്ന് പറയുന്ന ഈ സതേൺ കേസിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്യുന്നത്? വെടിവെച്ചുകൊള്ളുന്ന അദ്ദേഹം അവിടെ ബ്രിട്ടീഷ് സൊസൈറ്റി പുറത്തിറക്കിയ ഒരു സാറ്റയർ, ഒരു നാടകം ഓൺ അവർ അമേരിക്കൻ കസിൻസ് എന്ന ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? So in the course of the war, which lasted for 4 horrible years, the fortunes of combatants fluctuated from time to time. അപ്പോൾ 4 വർഷം നീണ്ടു നിന്ന ഭയാനകമായ ഒരു യുദ്ധമായിരുന്നു ഏതാ? ഈ സിവിൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിജയപരാജയങ്ങൾ എന്ത് ചെയ്തു? സമയാസമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. So in men, money and materials, the north was far better placed than the south. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലായാലും ആളുകളുടെ കാര്യത്തിലായാലും ആയുധത്തിൻ്റെ കാര്യത്തിലായാലും സൗത്തിനേക്കാളും മുൻപന്തിയിലായിരുന്നു ആര്? നോർത്തേൺ ഭാഗം എന്ന് പറയുന്നത്. The north had a navy which the south sadly lacked. നോർത്തേൺ ഭാഗത്ത് എന്തുണ്ടായിരുന്നു? ഒരു നേവി ഉണ്ടായിരുന്നു, പക്ഷേ സതേൺ ഭാഗത്ത് അതില്ലായിരുന്നു. But the Confederacy of Southern States had a sound military traditions. A great general in Robert Lee. പക്ഷേ സതേൺ ഭാഗത്ത് എന്താണ്? മിലിറ്ററി ആയിട്ട്, അതായത് ആംഡ് ഫോഴ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഉദ്ദേശിച്ച് കരസേനാ മാർഗത്തിൽ കരസേനയിൽ വളരെ മുൻപന്തിയിലായിരുന്നു ആര്? സതേണാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറലായിരുന്നു റോബർട്ട് ലീ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നേതൃത്വം ശക്തമായ ഒരു കരസേന എവിടെ ഉണ്ടായിരുന്നു. They were also helped indirectly by England. ഇംഗ്ലണ്ടിനെയൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? പല യുദ്ധങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. But the tide of war swung in favor of the north from 1862. പക്ഷേ 1862 മുതൽ എന്ത് ചെയ്തു? ഈ യുദ്ധം ആർക്ക് അനുകൂലമായിട്ട് മാറുന്നു? നോർത്തേൺ സ്റ്റേറ്റുകൾക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പോഴാണ് ലിങ്കൺ took the advantage of the situation to issue his famous Emancipation Proclamation. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് എബ്രഹാം ലിങ്കൻ്റെ തൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ, ഒരു പ്രൊക്ലമേഷൻ, പ്രഖ്യാപനം ആര് നടത്തുന്നു? ലിങ്കൺ നടത്തുന്നു. ഇപ്രകാരമാണ്: ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ജനുവരി ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് 1863, all persons held as slaves within any state shall be free. 1863 ജനുവരി മാസം 1-ാം തീയതി അമേരിക്കയിൽ ഏതെങ്കിലും ഒരു പൗരൻ അടിമയായിട്ടുണ്ടോ എങ്കിൽ അവൻ ആരായി മാറും? സ്വതന്ത്രനായി മാറുമെന്ന ഈ ഒരു പ്രഖ്യാപനം ആര് നടത്തുന്നു? എബ്രഹാം ലിങ്കൺ നടത്തുന്നു. The proclamation declared the abolition of slavery an objective of the war in addition to the declared objective of saving the union. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യുന്നു? അടിമത്തം എന്ന് പറഞ്ഞാൽ വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോഗനായിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലേവറി ആയിരുന്നു.
അല്ലേ? അപ്പോൾ ആ സ്ലേവറിക്കെതിരായിട്ടാണ് ഈ സിവിൽ വാർ എന്ത് ചെയ്യുന്നത്, ഏറ്റവും ശക്തമായിട്ട് ഉണ്ടാകുന്നത്. അപ്പം അമേരിക്കൻ്റെ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റീവിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഏതിന് നൽകി? അബോളിഷൻ ഓഫ് സ്ലേവറി എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റീവിന് എന്ത് ചെയ്യുന്നു, നൽകുക ചെയ്യും. സോ ദ ഫൈനൽ ക്യാമ്പയിൻ ഓഫ് ദ വാർ വെയർ ഫോർട്ട് ഇൻ നോർത്ത് ഈസ്റ്റ് ആൻഡ് ദ സൗത്ത് വെസ്റ്റ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ യുദ്ധം ഉണ്ടായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും സൗത്ത് വെസ്റ്റേൺ സ്റ്റേറ്റ്സും തമ്മിലായിരുന്നു. സോ ഇൻ ദ നോർത്ത് ഈസ്റ്റ് ദ കമാൻഡർ ഓഫ് ദ യൂണിയൻ ആർമി യുളിസസ് ഗ്രാൻഡ് സീസ്ഡ് പീറ്റേഴ്സ്ബർഗ് 22 miles south of Richmond from General Lee. ഇപ്പോൾ നോർത്തേൺ സൈന്യത്തിൻ്റെ മേധാവിയായിരുന്ന യുളിസസ് ഗ്രാൻഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, പീറ്റേഴ്സ്ബർഗിൽ നിന്നും 20 മൈൽ അകലെയുള്ള റിച്ച്മൗണ്ട് എന്ന് പറയുന്ന മേഖല ജനറൽ ലീയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നു. ഇൻ ദ സൗത്ത് വെസ്റ്റ് ജനറൽ ഷെർമോണ്ട് ആൻഡ് ദി യൂണിയൻ സോൾജിയേഴ്സ് ക്യാപ്ചേർഡ് ജോർജിയ, ദ ഏർലി ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ്സ് ഇൻ ദ സൗത്ത്. അപ്പോൾ ഇതേ സമയം തന്നെ സൗത്ത് വെസ്റ്റ് മേഖലയിൽ ജനറൽ ഷെർമോണ്ടിൻ്റെ നേതൃത്വത്തിലും അവിടുത്തെ നോർത്തേൺ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലും കൂടി എന്ത് ചെയ്യുന്നു, സതേൺ സ്റ്റേറ്റ്സിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റാണ് ജോർജിയ, അത് അവരെന്ത് ചെയ്തു, പിടിച്ചെടുത്തു. അറ്റ് അപ്പമാറ്റോക്സ് വെർജീനിയ ഹെംഡ് ഇൻ ബൈ എനിമി, ലീ ഹാഡ് നോ ആൾട്ടർനേറ്റീവ് ബട്ട് ടു സറണ്ടർ ടു ദ ഫോഴ്സ് ഓഫ് നോർത്ത്. അപ്പം എന്താണ്, അപ്പമാറ്റോക്സും വെർജീനിയയും ഒക്കെ ആര് പിടിച്ചെടുത്തു, ഈ നോർത്തേൺ സൈന്യം പിടിച്ചെടുത്തപ്പോൾ നിൽക്കക്കളിയില്ലാതെ ലീക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അവരുടെ മുമ്പിൽ കീഴടങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, സിവിൽ വാർ അവസാനിക്കുക ചെയ്തു. ഇതെന്ത് ഇതിൻ്റെ കോഴ്സ്. So the Civil War was once again united the various states of USA, abolished slavery and emancipated slaves. അപ്പം അമേരിക്കയുടെ ഏകീകരണത്തിനും അമേരിക്കയിൽ അടിമത്തമില്ലാതാക്കുന്നതിനും അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനും സഹായിച്ച ഒരു യുദ്ധമായിരുന്നു ഏത്, അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ്സ് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് വെയർ പെയിൻഫുൾ ആൻഡ് ഡിസാസ്റ്റേഴ്സ്. പക്ഷേ ഇതിൻ്റെ പെട്ടെന്നുണ്ടായ ഫലം എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായിരുന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒന്നായിരുന്നു. ദ വാർ കോസ്റ്റ് ഹെവിലി ഇൻ ടേംസ് ഓഫ് മാൻ, തൗസൻഡ്സ് ഡൈഡ് ആൻഡ് മെനി വെയർ സിവിയർലി വോണ്ടഡ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ജീവൻ എന്ത് ചെയ്ത നഷ്ടപ്പെട്ടു, ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു, പല ആളുകൾക്കും വളരെ ക്രൂരമായിട്ട് എന്ത് ചെയ്തു, മുറിവേൽക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ശരിക്കും നോർമൽ ലൈഫ് നയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ റിസൾട്ട് ഉണ്ടാകുന്നത്. അതായത് ലിബറേറ്റഡ് സ്ലേവ്സ് ഫൗണ്ട് ദംസെൽസ് പെനിലെസ് ആൻഡ് ഹാംലെസ്. ഇനി സ്വാതന്ത്ര്യം നേടിയ അടിമകളുടെ അവസ്ഥയെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ പണമോ അല്ലെങ്കിൽ ഭവനമോ ഇല്ലാത്തൊരവസ്ഥയിലേക്കായി മാറുന്നു. ദ സതേൺ സ്റ്റേറ്റ്സ് ഫൗണ്ട് ദംസെൽസ് കംപ്ലീറ്റ്ലി അറ്റ് ദ മേഴ്സി ഓഫ് നോർത്തേണേഴ്സ് ഹു ഡെൽറ്റ് വിത്ത് ദം ഇൻ സ്പിരിറ്റ് ഓഫ് വെഞ്ചെയിൻസ്. അപ്പോൾ ഈ സതേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അവർ ശരിക്കും ആരുടെ കീഴിലേക്ക് മാറപ്പെടുന്നു, നോർത്തേണിൻ്റെ. കാരണം നോർത്തേൺ സ്റ്റേറ്റ്സാണ് എന്ത് ചെയ്യുന്നത്, വിജയിക്കുന്നത്. അപ്പം ഈ നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെ ദയയിലേക്ക് ഉള്ളൊരു ലൈഫ് ആർക്കും ഉണ്ടാകുന്നു, ഈ സതേൺ സ്റ്റേറ്റ്സുകാർക്ക് ഉണ്ടാകുന്നു. ദ സിവിൽ വാർ മാർക്ക്ഡ് ദ ട്രയംഫ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി. സ്വാതന്ത്ര്യം, സമത്വം എന്ന് പറയുന്ന ആശയത്തിൻ്റെ വിജയമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഒരുപക്ഷെ ഈ അമേരിക്കൻ സിവിൽ വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാണ് എന്താണ്, ദ വിക്ടറി ഓഫ് സ്ലോഗൻസ് ലൈക്ക് ലിബർട്ടി ആൻഡ് ഈക്വാളിറ്റി. സ്വാതന്ത്ര്യം, സമത്വം എന്നീ ആശയങ്ങൾക്ക് എന്ത് ചെയ്തു, ഇവിടെ പ്രാധാന്യം എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. ഇനി ദ 14th Amendment of US Constitution granted citizenship to the slaves. ഇങ്ങനെ സ്വാതന്ത്ര്യം നേടിയ ഈ അടിമകൾക്ക് എന്ത് ചെയ്തു, 14ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പൗരത്വം എന്ത് ചെയ്തു, അനുവദിക്കുക ചെയ്തു. സോ ദ സിവിൽ റൈറ്റ് ആക്ട് ഓഫ് April 1866 assured the Negroes full civil equality with other citizens before the laws of land. 1866 സിവിൽ റൈറ്റ് ആക്ട് പ്രകാരം നീഗ്രോസിന് എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടുള്ള സമത്വം കൊടുക്കുകയും മറ്റ് ആ രാഷ്ട്രത്തിലെ പൗരന്മാരോടൊപ്പം തന്നെ എന്ത് ചെയ്തു, നീഗ്രോസിന് പൂർണ്ണമായിട്ടുള്ള സമത്വം എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. ഇനി ദ 15th Amendment prohibited right to vote to the Negroes.
15ാം ഭരണഘടനാ ഭേദഗതി എന്താ അനുസരിച്ച് പൗരന്മാർക്ക് ഈ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് നൽകി? വോട്ടവകാശം നൽകി. അത്രയും കാലം അവർക്ക് എന്താണ് 1866 വരെയുള്ള കാലഘട്ടം വരെ അമേരിക്കയിൽ നീഗ്രോസിന് എന്തില്ലായിരുന്നു? വോട്ടവകാശമില്ലാണ്. നീഗ്രോസിനെ നമ്മൾ അവിടുത്തെ സ്ലേവുകളായിട്ട് തന്നെ എന്ത് ചെയ്തത് കണക്കാക്കുക ചെയ്യുന്നത്. അപ്പോൾ 1866 പാസ്സാക്കിയ 15ാം ഭേദഗതി അനുസരിച്ച് അവർക്കെന്ത് വോട്ടവകാശം കൊടുത്തു. ഇനി മറ്റൊന്നിനോട് പറയാൻ നമുക്ക് ദ സിവിൽ വാർ സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിക്ക് വഴിതെളിച്ച ഒന്നായിട്ട് എന്ത് മാറി? ഈ സിവിൽ വാർ എന്ത് ചെയ്യുന്നു? മാറപ്പെടുന്നു. അപ്പോൾ അതുപോലെ തന്നെ ദർ വാസ് എ റിമാർക്കബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ടെലിഗ്രാഫ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെലിഫോൺ സെക്ഷൻസ്. അപ്പോൾ ടെലിഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും ടെലിഫോൺ മേഖലയിലും ഒക്കെ എന്ത് ചെയ്തു? ഒരുപാട് പ്രോഗ്രസ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഈ സിവിൽ വാറിന് ശേഷം ഉണ്ടാകുന്നു. അതുപോലെ ദർ വാസ് എ കൺസിഡറബിൾ പ്രോഗ്രസ് ഇൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. വ്യാവസായിക കാർഷിക മേഖലയിലും എന്ത് ചെയ്തു? ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു.